കുട്ടികളാണെങ്കിൽ അല്പം കുസൃതിയൊക്കെ കാണിക്കും. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കളിച്ചും ചിരിച്ചും കുസൃതി കാട്ടിയുമൊക്കെ മക്കൾ വളരേണ്ടതാണ്. എന്നാൽ കൊല്ലം തെക്കും ഭാഗത്തെ 8 വയസ്സുകാരനൊപ്പം കളിക്കാൻ അവൻ്റെ അച്ഛനില്ല. കുട്ടിക്കാലത്ത് അച്ഛനെ നഷ്ടപ്പെട്ട ആ കുരുന്നിനെ തനിച്ചാക്കി അമ്മ ജോലി തേടി വിദേശത്തും പോയി. രണ്ടാനച്ഛൻ്റെ സംരക്ഷണയിലാണ് അവൻ വളർന്നത്. എന്നാൽ അയാൾ ആ കുട്ടിക്ക് സംരക്ഷണമല്ല കൊടുത്തത്. നിസ്സാര കാര്യത്തിന് പോലും ക്രൂരമായി മർദ്ദിക്കും. കഴിഞ്ഞ ദിവസം ചെറിയ കുസൃതി കാട്ടിയതിന് തേപ്പ് പെട്ടികൊണ്ട് പൊള്ളിച്ചു. സാരമായി പൊള്ളലേറ്റിട്ടും 2 ദിവസത്തോളം കുഞ്ഞിനെ അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ചൈൽഡ് ലൈൻ പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് രണ്ടാനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാം ക്ലാസ്സുകാരനോടായിരുന്നു രണ്ടാനച്ഛൻ്റെ ക്രൂരത. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ മുത്തശ്ശിയുമായി കുട്ടി വികൃതി പിടിക്കുന്നതിനിടെ പ്രകോപിതനായ രണ്ടാനച്ഛൻ തേപ്പുപെട്ടിയെടുത്ത് കുഞ്ഞിനെ പൊള്ളിക്കുകയായിരുന്നു. രണ്ടാനച്ഛൻ്റെ ഈ ക്രൂരതയിൽ കുട്ടിയുടെ ഇടതുകാലിലെ മുട്ടിന് താഴ്ഭാഗത്തായി ഗുരുതരമായി പൊള്ളലേറ്റു. 2 ദിവസം സ്കൂളിൽ പോകാതെ ഇരുന്ന കുട്ടിയെ ഇയാൾ ചികിത്സിക്കാൻ പോലും തയ്യാറായില്ല എന്നും പോലീസ് പറയുന്നു. വീടിന് സമീപത്തെ അങ്കണവാടി പ്രവർത്തകരാണ് ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും രണ്ടാനച്ഛനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. 3 കുട്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതിന് വേണ്ടുന്ന തരത്തിലുള്ള തുടർ നടപടികൾ അത് ഐസിഡിസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ അംഗൻവാടി വഴിയായിട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. കുട്ടിക്ക് തുടർ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ CWC അത് ചെയ്യും, ഏറ്റെടുത്ത് ചെയ്യും. ആ രീതിയിലാണ് കുട്ടിയെ നമ്മൾ കൊണ്ടുപോകുന്നത്. മാനസികമായ കാര്യങ്ങൾ മറ്റു പ്രശ്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നും കുട്ടി പറയുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ അതിനുള്ള തുടർ കൗൺസിലിംഗ് കൊടുക്കും. കുട്ടിയുടെ കാര്യത്തിൽ നേരത്തെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കും ഇത്തരം കാര്യം. അപ്പോൾ അത് കൂടുതൽ കൗൺസിലിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടി വികൃതി കാട്ടിയതുകൊണ്ടാണ് പൊള്ളിച്ചതെന്ന് യാതൊരു ദയവുമില്ലാതെയാണ് രണ്ടാനച്ഛൻ പോലീസിനോട് പറഞ്ഞത്. കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. മുൻപും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന 8 വയസ്സുകാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുട്ടിയുടെ സുരക്ഷ കണക്കിലെടുത്ത CWC കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.